പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ അധികാരം പിതാവിൽ നിന്ന് നൽകപ്പെട്ട അധികാരമായിരുന്നു. എക്സോസിയ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം നിയോഗിക്കപ്പെട്ട അധികാരം എന്നായിരുന്നു. യേശു കർത്താവ് ഈ അധികാരത്തോടു കൂടിയായിരുന്നു തന്റെ ശുശ്രൂഷ ചെയ്തത്. മത്തായി സുവിശേഷം 28 അധ്യായത്തിന്റെ 18 മുതലുള്ള വചനത്തില് സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിന് ഈ അധികാരത്തോടു കൂടിയായിരുന്നു യേശുവിന്റെ ശുശ്രൂഷ യേശു ചെയ്തത്. പരസ്യ ശുശ്രൂഷ വേളയിലും യേശു ഈ അധികാരത്തോടു കൂടിയായിരുന്നു ഈ ശുശ്രൂഷ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. മത്തായി സുവിശേഷം 9 അധ്യായത്തിൽ 4 പേര് ചേർന്ന ഒരു രോഗിയെ യേശുവിന്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ട് കട്ടിലില് അല്ലെങ്കിൽ എടുത്തുകൊണ്ട് വരുമ്പോൾ ആ വന്ന രോഗിയെ യേശു കർത്താവ് രോഗിയോട് പറഞ്ഞത്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിന്റെ പാപം ഞാൻ മോചിച്ചിരിക്കുന്നു. അന്നേരം പാപം മോചിക്കാനുള്ള അധികാരം ദൈവത്തിനു മാത്രമേ ഉള്ളൂ. യേശുവിനെ കുറിച്ച് അവർ പറഞ്ഞു, അവൻ ദൈവദൂഷണം പറയുന്നു എല്ലാം പറഞ്ഞപ്പോൾ യേശു പറയാണ്, ഈ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ അധികാരത്തോടു കൂടിയായിരുന്നു യേശു പറഞ്ഞത് ആ മനുഷ്യന്റെ മേലുള്ള പാപത്തെ എന്നേക്കുമായി മോചിച്ച് അവനെ സൗഖ്യപ്പെടുത്തുന്നത് കാണാൻ കഴിയുന്നത്. കാരണം യേശുവിനെ നിയോഗിക്കപ്പെട്ട അധികാരത്തോടുകൂടെ അയച്ച ദൈവത്തെ ജനമെല്ലാം മഹത്വപ്പെടുത്തുവാൻ ഇടവന്നു. കാരണം യേശുവിന്റെ പ്രവൃത്തി അത്ര വലിയ പ്രവൃത്തികൾ കണ്ട് അതിശയിച്ചു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് അധികാരത്തോടുകൂടി അവൻ വന്നത്. പാപിയായ മനുഷ്യന്റെ പാപത്തിന്റെ ബന്ധനങ്ങൾ മുഴുവനും കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി, ഇനി നീ പാപത്തിന് അടിമപ്പെട്ടു പോകരുത്, നീ നശിച്ചു പോകരുത്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നിത്യമായ ജീവൻ, മരണമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന നമ്മുടേതായ സകലതും ഏറ്റെടുത്ത് പോകുന്ന ഒരു ദൈവിക മർമ്മം നമ്മൾ ഇന്ന് തിരിച്ചറിയുവാൻ ദൈവം ഇടയാക്കുകയാണ്. മത്തായി സുവിശേഷത്തിൽ പറഞ്ഞു, എനിക്ക് നൽകപ്പെട്ട അധികാരം ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പകർന്നു തരികയാണ്. നിങ്ങൾ ചെല്ലണം, നിങ്ങൾ പോകണം, നിങ്ങൾ എൻ്റെ വചനം പറയണം, നിങ്ങൾ ഉപദേശിക്കണം, നിങ്ങൾ പഠിപ്പിക്കണം, സകല മനുഷ്യരെയും നിങ്ങൾ എൻ്റെ ശിഷ്യരാക്കി സ്നാനപ്പെടുത്തി ക്രിസ്തുവിൽ ചേർത്ത് എന്നിൽ ചേർന്ന് ആരാധിക്കാൻ തക്കവണ്ണം ഇടയാകണം. അതിനുവേണ്ടിയാ യേശു ലോകത്തിലേക്ക് വന്നത്. നമുക്ക് ലോകത്തിൽ എന്തെല്ലാം ഉണ്ടായിട്ടും, ഈ ലോകം മുഴുവൻ നമ്മൾ നേടിയാലും നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നമുക്ക് യാതൊരു പ്രയോജനമില്ല. പ്രിയമുള്ളവര്, നഷ്ടപ്പെടാത്ത വണ്ണം, ഇനി ഒരിക്കലും നഷ്ടപ്പെടുത്താത്ത വിധത്തിൽ നമ്മളെ രക്ഷിച്ച യേശുവിന്റെ സന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. സകല അധികാരമുള്ളത് കർത്താവിന്റെ കരത്തിൽ. നമ്മളെ ചേർത്ത് നിർത്തിയിരിക്കുന്ന കർത്താവിനെ കണ്ട് നമുക്ക് എത്ര ആരാധിക്കണം, എത്ര നന്ദി പറയണം. ശരിക്കും നമ്മുടെ ജീവിതം നമ്മൾ ആസ്വദിക്കാനും അനുഭവിക്കാനും ഉള്ളതാണ്. എങ്ങനെ? ആത്മീയമായി ക്രിസ്തുവിനോട് ചേർന്ന്. ഈ ലോകത്തിൻ്റെതായ സുഖങ്ങളോ ലോകത്തിൻ്റെതായ ആഡംബരങ്ങളിലേക്കല്ല നമ്മളെ കർത്താവ് വിളിച്ചത്. സ്വർഗീയമായ സകല അനുഗ്രഹം. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനത്തിൽ ഇങ്ങനെ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്, സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മളെ അവൻ നിറച്ചിരിക്കുന്നു. അധികാരമുള്ള ദൈവം തൻ്റെ അധികാരത്തോടു കൂടെയാണ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. ഞാൻ മകനല്ലേ, മക്കളെങ്കിൽ ഞാൻ മകന്റെ അവകാശത്തോടു കൂടെ ദൈവസന്നിധിയിൽ ജീവിക്കണ്ടേ?
നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? അവന്റെ സന്നിധിയിൽ ചേർന്ന് ജീവിക്കണ്ടേ? മക്കൾക്ക് എന്തിനെങ്കിലും കുറവ് വരുത്തുന്ന ദൈവമാണോ നമ്മുടെ അപ്പൻ? ഒരു കുറവും വരുത്തിയല്ല പ്രിയമുള്ളവരെ. നമുക്ക് തരാതെ വേറെ ആർക്കെങ്കിലും ദൈവം കൊടുക്കുവോ? കർത്താവ് പറഞ്ഞ വചനം നമ്മൾ ഓർക്കണം. സകല അധികാരവും അവന്റെ മേൽ നൽകപ്പെട്ടിരിക്കുന്നു. പാപങ്ങളെ മോചിക്കാൻ, രോഗങ്ങളെ മോചിക്കാൻ, ദുഃഖങ്ങളെ അകറ്റിക്കളയാൻ, എല്ലാ ബന്ധനങ്ങളെയും നീക്കുവാൻ, സ്വസ്ഥമായി സമാധാനമായി യേശുക്രിസ്തുവിന്റെ കൂടെ ജീവിക്കാനുള്ള അധികാരമുള്ള യേശുവിന്റെ മകനായാണ് ഞാനെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ജീവിക്കണം. അതിനുവേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ ഒരു നല്ലൊരു ദിവസം നമുക്ക് തന്ന കർത്താവേ, നിന്റെ സന്നിധിയിൽ എന്റേതായ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നീ ഇടപെടുന്ന ദൈവമാ, അത്ഭുതം ചെയ്യുന്ന സർവശക്തനാ. നിന്റെ മഹത്വവും നിന്റെ ശക്തിയും നിന്റെ കൃപയും ഞങ്ങളുടെ എല്ലാവരുടെ മേലും നീ വർഷിക്കണം. ഈ വചനം കേൾക്കുന്നവർ ഇന്ന് അനുഗ്രഹിക്കപ്പെടണം. അവിടെ സകല രോഗബന്ധനങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.